അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മയ്യിത്ത് നിസ്കാരവും അതുപോലെ 8, 9, 10, +1, +2 എന്നീ വിദ്യാർത്ഥികൾക്ക് ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുന്നത് പ്രാക്ടിക്കലല്ല, അതായത് ചെയ്യിക്കലല്ല, നിസ്കാരം നിസ്കരിപ്പിച്ച് മാർക്കിടലല്ല, മറിച്ച് എഴുത്തു പരീക്ഷയും അതുപോലെ വാചികവുമാണ്. വാചികം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ദിക്റുകളും ദുആകളൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ നിയ്യത്ത് അത് പറഞ്ഞു കൊടുക്കലായിരിക്കും. അതുപോലെ എഴുത്തു പരീക്ഷയും വരാം. പിന്നെ 8, 9, 10, +1, +2 എന്നീ വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയുണ്ടാകും, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ടാകും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആദ്യം 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ, അതായത് 2 ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ആണല്ലോ ഉള്ളത്, അതിൽ ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. 2 ഷർത്തുകളാണ് പ്രത്യേകമായിട്ടുള്ളത്. അതുപോലെ 7 ഫർളുകളും പിന്നെ മറ്റ് സുന്നത്തുകൾ. ഇതാണ് ഒന്നാമത്തെ ദിവസം പഠിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ രൂപവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് രൂപം പഠിപ്പിക്കും. എന്നാൽ രണ്ടാമത്തെ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ദിവസം പഠിപ്പിക്കുന്നത് മയ്യിത്ത് നിസ്കാരം, അതുപോലെ തന്നെ അതിൻ്റെ മയ്യിത്തിന് പ്രത്യേകമായിട്ടുള്ള ദുആ, അതിലെ ദിക്റുകൾ, അതിൻ്റെ അർത്ഥങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. സ്ക്രീനിൽ കാണാം. ആദ്യം നമ്മൾ നോക്കുന്നത് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്താണ്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത് ഉസല്ലിൽ ഫറള അലാ ഹാദിൽ മയ്യിത്തി, ഈ മയ്യിത്തിൻ്റെ മേലിലുള്ള ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നാണ്. ഇതിനേക്കാൾ നല്ലത് നമുക്ക് പരിപൂർണമായ നിയ്യത്ത് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത് ഉസല്ലി ഫറള അലാ ഹാദിൽ മയ്യിത്തി 4 തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ഇനി ഇമാമോട് കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ലില്ലാഹി തആല എന്നതിന് ശേഷം മഅൽ ഇമാമി എന്ന് ചേർത്താൽ മതി. ഒറ്റക്കാണെങ്കിൽ മഅൽ ഇമാമി എന്നത് വേണ്ട. അതാണ് പരിപൂർണമായ നിയ്യത്ത്. ഇനി രണ്ടാമത്തത് പ്രത്യേകമായി പഠിക്കാനുള്ളത് 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള മയ്യിത്തിന് പ്രത്യേകമായുള്ള ദുആയാണ്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി. ഇത് മുഴുവനായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി. അതുവരെയുള്ള അർത്ഥമാണ്: അല്ലാഹുവേ, ഈ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും മാപ്പ് നൽകുകയും സുഖം നൽകുകയും ചെയ്യണമേ. വ അക്രിം നുസുലഹു വ വസിഅ മദ്ഖലഹു. ഈ മയ്യിത്തിൻ്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി. വെള്ളം, ഹിമം, ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയ്യിത്തിനെ കുളിപ്പിക്കുകയും ചെയ്യണമേ. വനഖിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബിയളു മിനദ്ദനസി. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടുന്ന പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയ്യിത്തിനെ നീ ശുദ്ധിയാക്കണമേ. വ അബ്ദിൽഹു ഖൈറൻ മിൻ ദാരിഹി വ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഇവൻ്റെ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ നല്ല കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയെയും നൽകണമേ. വ അദ്ഖിൽഹുൽ ജന്നത വ അഇദ്ഹു മിൻ അദാബിൽ ഖബരി വ ഫിത്നതിഹി വ മിൻ അദാബിന്നാർ. ഇവനെ നീ സ്വർഗത്തിൽ കടത്തുകയും ഖബറിലെ ശിക്ഷയിലും വിപത്തിലും നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ.
ഇതാണ് മയ്യത്തിന് പ്രത്യേകമുള്ള ആ ദുആയുടെ അർത്ഥം. ഇനി അടുത്തത് പഠിക്കാനുള്ളത് 4ാമത്തെ തക്ബീറിന് ശേഷം സുന്നത്തായ ഒരു ദിക്ർ കൂടെ ഉണ്ട്. അതും കൂടെ ചെല്ലാം. അതിൻ്റെ അർത്ഥം പഠിക്കാം. ആദ്യം അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ കൂലി നീ തടയരുതേ. അവൻ്റെ കാലശേഷം ഞങ്ങളെ നീ നശിപ്പിക്കരുതേ. അവനും ഞങ്ങൾക്കും നീ പുറത്തു തരയണമേ. ഇനി അതിൻ്റെ ബാക്കി റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, നമുക്ക് ഇഹലോകത്തിൻ്റെ നന്മയും പരലോക നന്മയും ഉണ്ടാകട്ടെ. നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് 4ാമത്തെ തക്ബീറിന് ശേഷമുള്ള ആ സുന്നത്തായ ദുആ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് നമ്മൾ നിസ്കാരത്തിൽ സലാം വീട്ടൽ. അതിനോട് കൂടെ വബറകാതുഹു എന്ന് പറയൽ സുന്നത്തുണ്ട്. അപ്പോൾ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലാം. ഇനി നോക്കുന്നത് 8, 9, 10, +1, +2 എന്നീ വിദ്യാർത്ഥികൾക്ക് ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ പഠിക്കാനുള്ളത്, ജമാഅത്ത് ഇമാമും ഒരു മഅ്മൂമും മാത്രമാണെങ്കിൽ നിൽക്കേണ്ട രൂപം, അതുപോലെ 2ാം റക്അത്തിൽ 3ാമത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്. പിന്നെ പഠിക്കുന്നത് മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഇമാം ഖിയാമിലോ റുക്കൂയിലോ അവയ്ക്ക് ശേഷമുള്ളതിലോ ആണെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്, മസ്ബൂക്ക് എന്താണ് അവിടെ ചെയ്യുക, അതൊക്കെയാണ് ഇനി ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജമാഅത്തിൻ്റെ പ്രതിഫലം പറഞ്ഞു, അതുപോലെ ജമാഅത്ത് നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്തുകൾ പറഞ്ഞു, പിന്നെ ആരാണ് മസ്ബൂക്ക് എന്ന് പഠിച്ചു, പിന്നെ നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ ആരൊക്കെയാണെന്ന് പഠിച്ചു, അതുപോലെ എപ്പോഴാണ് ഒരു റക്അത്ത് ലഭിക്കുക. ഇതൊക്കെ ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ്. ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഞാൻ ആ വീഡിയോ പിൻ ചെയ്യുക, അത് കാണാം. ആദ്യം പഠിക്കുന്നത്, ജമാഅത്തിന് ഇമാമും ഒരു മഅ്മൂമും മാത്രമാണെങ്കിൽ നിൽക്കുന്ന രൂപം എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നാണ്. അത് നിൽക്കേണ്ട രൂപം, മഅ്മൂമ് പുരുഷനാണെങ്കിൽ ഇമാമിൻ്റെ വലതു ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. ഇമാമിനോട് ഒപ്പമാവാനും പാടില്ല, ഇമാമിനേക്കാൾ മുന്താനും പാടില്ല. ഇമാമിൻ്റെ വലതു ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. അതാണ് നിൽക്കുന്ന രൂപം. പരീക്ഷയിലൊക്കെ ചോദിക്കാം. 2ാമത്തെ ഒരു കാര്യം, 2ാം റക്അത്തിൽ 3ാമത്തെ ഒരാൾ തുടർന്നാൽ എന്താണ് ചെയ്യേണ്ടത്. അവിടെ ചെയ്യേണ്ട രൂപം, 3ാമത്തെ ആൾ തക്ബീർ ചൊല്ലി ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. ഇമാമിൻ്റെ ഇടത് ഭാഗത്ത്, വലതു ഭാഗത്ത് ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, വലതു ഭാഗത്ത് നിൽക്കണം. ഒരു മഅ്മൂമാണെങ്കിൽ പിന്തിയിട്ടാണ് നിൽക്കേണ്ടത്. ഇനി 3ാമത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ടത് ഇമാമിൻ്റെ ഇടതുഭാഗത്താണ്. അതെന്ത് ചെയ്യുക, തക്ബീർ ചൊല്ലി കൈകെട്ടി ശേഷം എന്ത് ചെയ്യണം, അവർ 2 പേരും 2 മഅ്മൂമിങ്ങളും പിന്തി ഒരു സൊഫായി നിൽക്കണം. ബാക്കിലോട്ട് ഒന്ന് പിന്തി നിന്നിട്ട് 2 പേരും ഒരു സൊഫായിട്ട് മാറുക. ഇതാണ് 3ാമത്തെ ഒരാൾ വന്നാൽ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ 1ാമത്തെ പീരീഡിൽ പഠിക്കുന്നത്. 2ാമത്തെ പീരീഡിൽ പഠിക്കുന്നത്, മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ എന്താണ് ചെയ്യേണ്ടത്. മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഉടനെ ഫാത്തിഹ ഓതുക വേണ്ടത്. നേരെ ഫാത്തിഹയിലേക്ക് കിടക്കുക. കാരണം ചിലപ്പോൾ ഫാത്തിഹ ഇമാമിൻ്റെ ഫാത്തിഹ കഴിയാനായിട്ടുണ്ടാകും, അല്ലെങ്കിൽ റുക്കുവിലേക്ക് പോകാനായിട്ടുണ്ടാകും. ഒരിക്കലും അവിടെ വജ്ജഹത്തുവിലേക്കോ എന്ത് ചെയ്യരുത്, പ്രവേശിക്കരുത്. ഇനി ഒരാൾ എന്ത് ചെയ്തു, വജ്ജഹത്തു അഊദു മുതലായവ ഓതിയിട്ടുണ്ടെങ്കിൽ
ഇമാമ് റുക്കൂയിലേക്ക് പോയ ശേഷം ആ കണക്കനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് ഓതുകയും എത്രയാണോ ഓതിയത് അതിൻ്റെ കണക്കനുസരിച്ച് എന്ത് ചെയ്യണം, ഫാത്തിഹയിൽ നിന്ന് ഓതി ഇമാമിനോടൊപ്പം റുക്കൂയ് ലഭിക്കുകയും ചെയ്യണം. എന്നാലുള്ളൂ ആ റക്അത്ത് ലഭിക്കുള്ളൂ. എന്നാൽ ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയരും മുമ്പ് ആ ഖദർ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓതാൻ വേണ്ടി അവൻ പിന്തുകയും ഇമാമ് സുജൂദിലേക്ക് കുനിയും മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതി അവൻ വിട്ടുപിരിയണം. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇമാമിൻ്റെ കൂടെ ഒരാൾ എന്ത് ചെയ്തു, ഒരു മസ്ബൂക്ക് തുടർന്നു. അപ്പോൾ ഇമാമ് ഫാത്തിഹ കഴിയാനായിട്ടുണ്ട്, കുറച്ചും കൂടെ കഴിഞ്ഞാൽ റുക്കൂയിലേക്ക് പോകും, സൂറത്തും കൂടെ ഓതിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, വജ്ജഹത്തൊക്കെ തുടങ്ങി ഔദും വജ്ജഹത്തൊക്കെ ഓതി കഴിയും മുമ്പ് എന്ത് ചെയ്തു, ഇമാമ് റുക്കൂയിലേക്ക് പോയി. എത്രയാണോ ഓതിയിട്ടുള്ളത് ആ കണക്കനുസരിച്ച് അവൻ ഫാത്തിഹയിൽ നിന്ന് ഓതുകയും ഇമാമിനെ റുക്കൂയിൽ വെച്ച് കിട്ടുകയും വേണം. എന്നാൽ അപ്പോഴും അവൻ എന്ത് ചെയ്തിട്ടില്ല, ആ ഖദർ കഴിഞ്ഞിട്ടില്ല. അതായത് ഇമാം എന്ത് ചെയ്തു, ഇഅ്തിദാലിലേക്ക് വന്നു, അപ്പോഴും അവൻ്റെ ആ ഖദർ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇമാം എന്ത് ചെയ്തു, സുജൂദിലേക്ക് പോവുകയാണ്, അപ്പോഴും ഈ മസ്ബൂക്കിൻ്റെ ഓത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഇമാമുമായിട്ട് വിട്ടുപിരിയുന്നു എന്ന് കരുതുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇമാമ് റുക്കോയിലാണെങ്കിൽ പിന്നെ സിമ്പിളാണ്. വരുന്ന മസ്ബൂക്ക് എന്ത് ചെയ്താൽ മതി, തക്ബീർ ചൊല്ലി നേരെ റുക്കൂയിലേക്ക് പോയാൽ മതി. പോയാൽ മാത്രം പോരാ, അവിടെ അടങ്ങി താമസം ലഭിക്കണം റുക്കൂയിൽ. എന്നാൽ മാത്രമേ ആ റക്അത്ത് ലഭിക്കൂ. ഇമാമിനോട് കൂടെ അടങ്ങിത്താമസം ഒരല്പം എന്ത് ചെയ്യണം, ഒരു അടങ്ങിത്താമസം ലഭിക്കണം കുറച്ച് നേരം. എന്നാൽ മാത്രമേ ആ റക്അത്ത് ഇമാമിനോട് കൂടെ ആ മസ്ബൂക്കിന് ലഭിക്കുകയുള്ളൂ. ഇനി പറയുന്നത് ഇമാമ് ഈ പറഞ്ഞ ഖിയാമിലുമല്ല റുക്കൂയിലുമല്ല, നൃത്തത്തിലുമല്ല റുക്കൂയിലുമല്ല. ഇമാമ് ഇഅ്തിദാൽ ഖസീറായ ഫർളാണ്, സുജൂദിലോ അതല്ലെങ്കിൽ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലോ ആണെങ്കിൽ ഇവൻ നേരെ തക്ബീർ ചൊല്ലി എന്ത് ചെയ്യണം, ഇമാം എവിടെയാണോ അവിടേക്ക് പോകണം. സുജൂദിലാണെങ്കിൽ നേരെ സുജൂദിലേക്ക് പോകണം. എന്നിട്ട് ഇമാം അവസാനം സലാം വീട്ടുമല്ലോ, സലാം വീട്ടിയ ശേഷം അവശേഷിക്കുന്നത് എത്ര റക്അത്താണോ അതെന്ത് ചെയ്യണം, അവൻ വീണ്ടെടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയപ്പോൾ ഇമാം സുജൂദിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നേരെ സുജൂദിലേക്ക് ഇമാമിൻ്റെ കൂടെ പോയി. ഇത് സംഭവിക്കുന്നത് രണ്ടാമത്തെ റക്അത്തിലാണ്. അപ്പോൾ രണ്ടാമത്തെ റക്അത്ത് എന്ന് പറയുമ്പോൾ ഈ റക്അത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എത്ര റക്അത്ത് നിസ്കരിക്കണം? ളുഹറാണെങ്കിൽ എനിക്ക് 2 റക്അത്ത് കൂടെ നിസ്കരിക്കണം. ഇനി മൂന്നാമത്തെ റക്അത്തിലാണെങ്കിൽ ആ 3 റക്അത്തും എനിക്ക് നിസ്കരിക്കണം. നാലാമത്തെ റക്അത്തിലാണെങ്കിൽ ആ 4ഉം എനിക്ക് നിസ്കരിക്കണം. കാരണം റുക്കൂ കിട്ടിയാലേ ആ റക്അത്ത് കിട്ടുള്ളൂ. ഇനി ഇമാമ് ഒന്നാമത്തെ റക്അത്തിലെ ഒന്നാമത്തെ സുജൂദാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷം നിസ്കാരത്തിന് സലാം വീട്ടിയ ശേഷം ഒരു റക്അത്ത് വീണ്ടെടുക്കണം. മറിച്ച് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ എനിക്ക് ഇമാമിനോടെ കൂടെ റുക്കൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ റക്അത്ത് കിട്ടി, എന്നാൽ പിന്നെ ഞാൻ അവസാനം നിസ്കരിക്കേണ്ടതില്ല. സലാം വീട്ടിയ ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല. റുക്കൂ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ റക്അത്ത് നിർവഹിക്കുക തന്നെ ചെയ്യണം. അതുമാത്രമല്ല അതിൻ്റെ മുമ്പ് എത്ര റക്അത്തുണ്ടോ അതും കൂടെ നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് അവസാനിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ പറയും. അതായത് മോഡൽ പരീക്ഷയാണ്, പ്രാക്ടിക്കൽ പരീക്ഷ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പേപ്പർ സഹിതം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് പേപ്പറുകളും വന്നുകൊണ്ടിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.